നിലവ് നക്ഷത്രവും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടേത്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അല്ലെ? പ്രത്യേകിച്ച് കിച്ചൺ വേസ്റ്റ് മാനേജ്മെൻറ്റ്. പ്രത്യേകിച്ച് ടൗണിലോട്ടൊക്കെ താമസിക്കുന്നവരായാലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിലും കോമ്പൗണ്ട് അത് ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ മിക്കയിടത്തും കമ്പോസ്റ്റ് ബിന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമ്മൾ കമ്പോസ്റ്റ് റെഡിയാക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ ഉള്ള നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ എന്നാ പറഞ്ഞാൽ ലാർവ ഫോം ചെയ്യും, BSF ലാർവയൊക്കെ ഫോം ചെയ്യുകയും സ്മെല്ല് വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി പേര് അതിന് മടിച്ചു നിൽക്കുന്നുണ്ട്, അല്ലേ? അപ്പം ഇതെന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു പെർഫെക്റ്റ് സൊല്യൂഷനാണ്. അതായത് നമുക്ക് യാതൊരു സ്മെല്ലും ഇല്ലാതെ ഈ ലാർവ ഒന്നും ഫോം ചെയ്യാതെ നല്ല ഒന്നാന്തരം കമ്പോസ്റ്റ്, ഒന്നാന്തരം വളം, കിച്ചൻ്റെ വേസ്റ്റ് കൊണ്ടുള്ള നല്ല ഒന്നാന്തരം വളം നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം പറയാണ്, ഇത് 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ഒന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല കമ്പോസ്റ്റ് കിട്ടത്തില്ല. ഇത് ഇവർ പറഞ്ഞേക്കുന്നത് കറക്റ്റ് 45 ഡേയ്സ് ആണ് നമ്മൾക്ക് നല്ലൊരു കമ്പോസ്റ്റ് റെഡി ആവാൻ വേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് കണ്ടറിയാം, ഇത് പ്ലാസ്റ്റിക് ബക്കറ്റാണ്, അടിയിലൊരു ടാപ്പുണ്ട്. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു അരിപ്പുണ്ട്, ഇതുണ്ട്, ഇതുപോലൊരു അരിപ്പ്. ഇത് ഈ കമ്പോസ്റ്റ് ബിന്നിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇത്രയാണ് ഈ ബിന്നിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ ഇത്രയാണ്. ഇത് കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിനിടയിൽ ടാപ്പും വെച്ചിട്ട് ഇതുപോലൊരു അരിപ്പും വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താടി ചെയ്യുന്ന സാധനങ്ങളാണ്. അതനുസരിച്ചാണ് ഇത് കമ്പോസ്റ്റ് ആവുന്നതും നമുക്ക് സ്മെല്ലും അതുപോലെ പുഴുക്കളൊക്കെ ഉണ്ടാവാതിരിക്കുന്നതും അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതിനായിട്ടുള്ളൊരു സാധനമാണ് ഇത് കേട്ടോ. ഇത് കമ്പോസ്റ്റ് ഇനോക്കുലമാണ്. ഇത് കേരള കാർഷിക സർവകലാശാലയുടെ പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് കൃഷിഭവൻ വഴി ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ബ്ലോക്ക് വഴി നമുക്ക് കിട്ടിയ സാധനമാണ് ഈ ഇനോക്കുലം. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അവൈലബിൾ ആണ് ഈ സാധനം. ഇത് നമ്മളെ കിച്ചൺ വേസ്റ്റിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറാണ്, അതായത് കാർപ്പറ്റ്. ഇത് ചകിരിച്ചോറാണ് കേട്ടോ. ചകിരിച്ചോറും ഈ സംഭവം മാത്രം മതി നമുക്ക് ഇതുപോലെ ഒരു കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ. ഞാനിവിടെ കമ്പോസ്റ്റ് ബിന്നിൻ്റെ അകത്ത് റെഡിയാക്കാറുണ്ട് വേസ്റ്റ് ഇട്ടിട്ട്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഞാൻ BSFൻ്റെ ലാർവ പ്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിട്ടാലും ഒട്ടുമിക്ക വീട്ടിലും കമ്പോസ്റ്റ് ബിന്നിൽ ഇതുപോലെ ലാർവ ഉണ്ടായി വന്നത് ഒട്ടും വീട്ടമ്മമാർക്കും അതൊരു ബുദ്ധിമുട്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കോഴി വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്കതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കിട്ടുക എന്നുള്ളത്. പക്ഷേ അല്ലാതെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരും ടൗണിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലാർവയൊക്കെ ഉണ്ടാവുകയും സ്മെല്ലടിക്കുകയും അതിൻ്റെ അകത്ത് ഈ സ്ലറികളൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണിത്. ഇതെന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് ഇനോക്കുലമാണ്. ഇത് നമ്മൾ ഒരു തവണ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഇട്ടാൽ അതിനകത്ത് ഒരു 5 ഗ്രാം എന്ന് വെച്ചാൽ 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ, കിച്ചൺ വേസ്റ്റ് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് നമ്മൾ ഈ കിച്ചൺ വേസ്റ്റിൻ്റെ മുകളിൽ ഈ പൊടി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതിന് മുകളിൽ നമ്മൾ ചകിരിച്ചോറ് 1 ഇഞ്ച് കനത്തിൽ ചകിരിച്ചോറ് ഇട്ട് വെക്കും. അതായത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വേസ്റ്റ് മുകളിൽ കാണാൻ പാടില്ല. അതിന് മുകളിൽ നമ്മൾ ചകിരിച്ചോറൊക്കെ വെച്ച് കവർ ചെയ്യണം. ചകിരിച്ചോറില്ലാത്തവരാണെങ്കിൽ ഉണക്ക കരിയിലയായാലും അതുപോലെ കടലാസ് പിച്ചിട്ടാലും മതി. ഈർപ്പം ഉള്ളതൊന്നും ഇടാതിരുന്നാൽ മതി. ഉണക്ക കരിയിലോ കടലാസോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വേണം ഇത് കീപ്പ് ചെയ്യാൻ. ഈ അരിപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകത്തൊരു ടാപ്പ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഈ വേസ്റ്റ് വന്നിട്ട് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ അരിപ്പ് ഇതിനകത്ത് വെച്ചേക്കണത്. അപ്പോൾ ബ്ലോക്ക് ആവത്തില്ല. നമുക്ക് ഈ സ്ലറികളൊക്കെ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സ്ലറി ഉണ്ടാവത്തില്ല. ഇതിനുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ടാപ്പ് കൂടി അത് എടുക്കാൻ പറ്റുന്നതാണ്. അതല്ലാതെ നമ്മൾ ചട്ടികളിൽ മൺചട്ടികളിൽ ചെയ്യാറുണ്ട്. മൺചട്ടികളാണ് നമ്മൾ ഹോൾസ് കവർ ചെയ്യണം. അടിയിൽ ഹോൾസ് ഉണ്ടെങ്കിൽ അത് സിമെൻറ്റ് വെച്ചിട്ട് അത് അടച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മളിപ്പം സാമ്പാറായാലും ഒക്കെ ചോറായാലും എന്തും ഇട്ട് കൊടുക്കാം. പക്ഷേ അത് ആ വെള്ളത്തോടെ കൊണ്ട് ഇട്ട് കൊടുക്കാതെ കുറച്ച് അതിൻ്റെ വെള്ളമയം കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. കുറച്ചൊക്കെ ഈർപ്പമൊക്കെ നമ്മുടെ ചകിരിച്ചോറ് വലിച്ചെടുക്കും. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി വെള്ളത്തോടെ ഇപ്പോൾ ചോറ് കഞ്ഞോടെ കൊണ്ടൊഴിക്കുക, സാമ്പാർ അതെവിടെ കൊണ്ടൊഴിക്കുക, അതുപോലെ മീൻ വേസ്റ്റും ചിക്കൻ വേസ്റ്റും എന്തും ഇട്ട് കൊടുക്കാം, നമുക്ക് സ്മെല്ലൊന്നും വരത്തില്ല. അപ്പോൾ ഒരു 45 ഡേയ്സിനുള്ളിൽ നമുക്കിത് കമ്പോസ്റ്റാക്കി കിട്ടുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഇടുക എന്നുള്ളത്. പിന്നെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് കൃഷിമിത്രയുടെ പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ട്രിവാൻഡ്രത്താണ് ഇതിൻ്റെ ഷോപ്പുള്ളത്. കൃഷിമിത്ര എന്നാണ് നമുക്കിത് കിട്ടുന്നത്. നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പക്ഷേ വാങ്ങിക്കുന്നവർക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ആദ്യം അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഇത്തിരി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. ഒരു ലെയർ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിന് മുകളിലേക്ക് നമ്മുടെ ഇന്നത്തെ കിച്ചൺ വേസ്റ്റാണ്, വെജിറ്റബിളിൻ്റെ വേസ്റ്റാണ്, അത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിന് മുകളിലേക്കാണ് നമ്മൾ ഇനോക്കുലം കമ്പോസ്റ്റ് ഇനോക്കുലം ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 സ്പൂണ് ധാരാളം മതിയായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം വരെ സുഖമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതിട്ട് ആദ്യം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ഇടുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി
ഈ സൂക്ഷ്മാണുവിൻ്റെ പ്രവർത്തനം നടക്കും കേട്ടോ. അപ്പോൾ അത്രയും ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ കമ്പോസ്റ്റിനൊക്കെ ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വേസ്റ്റ് മുകളിൽ കാണാതിരുന്നാൽ മതി. അന്നേരം ഈച്ചകൾ ലാർവകളൊന്നും വന്ന് അതിൻ്റെ അകത്ത് ഫോം ആകത്തില്ല. അപ്പം നമുക്ക് സ്മെല്ലോ BSF ലാർവ പ്രൊഡക്ഷൻസോ ഈച്ചകളോ ഒന്നും വരാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, സ്മെല്ലും ഉണ്ടാകത്തില്ല. ഇതിലുണ്ടാകുന്ന കുറച്ചൊക്കെ ഈ ഈർപ്പങ്ങളൊക്കെ ഈ ചകിരിച്ചോറ് വലിച്ചെടുക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ സ്രവി വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഈ പൈപ്പിൽ കൂടെ അത് എടുക്കുകയും ചെയ്യാം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ അത് നമുക്ക് പച്ചക്കറികൾക്കായാലും ചെടികൾക്കായാലും മിക്കവർക്കൊക്കെ ഈ ഗാർഡനൊക്കെ ഉണ്ടാകുന്ന റോസ് ഗാർഡൻസ് ഒക്കെ മിക്കവരും ടെറസിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് വളമാണ് കേട്ടോ ഈ ഇതിനകത്ത് സ്ലറി എന്ന് പറഞ്ഞ് നന്നായി ഡൈലൂട്ട് ചെയ്തിട്ട് 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സൂപ്പർ വളമാണ്. നമ്മൾക്ക് ബിന്ന് കിട്ടിയതും ഈ പ്രോഡക്റ്റ് നമുക്ക് തന്നതും ഒക്കെ നമുക്ക് കേരള കാർഷിക സർവകലാശാല എന്നുള്ളൊരു മാഡം വന്നിട്ടായിരുന്നു ക്ലാസ് എടുത്തത്. ആ മാഡമാണ് നമുക്കിതെല്ലാം പറഞ്ഞു തന്നത്. മാക്സിമം എല്ലാവരിലും എത്തിക്കണമെന്ന് നമുക്കൊരു ഇൻഫർമേഷനോട് നമുക്ക് കിട്ടിയിരുന്നു. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുവാണ്. 45 ഡേയ്സ് എടുക്കും നമ്മൾ ഈ കമ്പോസ്റ്റ് റെഡി ആവാൻ. പിന്നെ നല്ല പൊടി പോലെ ആയിരിക്കത്തില്ല കിട്ടുന്നത്. അതായത് ചാണകമൊക്കെ പൊടിച്ച് കിട്ടുന്നവരായത് ചെറിയ ഈർപ്പം ഉണ്ടാവും കമ്പോസ്റ്റിൻ്റെ അകത്ത്. നല്ലതായിട്ടിത് അലിഞ്ഞു ചേരും ഇതുമായിട്ട്. പക്ഷേ ചെറിയ ഈർപ്പം ഉണ്ടാവും. നമ്മൾ ഒരു ദിവസം കുറച്ച് വെയിലത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കോ ബാറ്ററിയോ കുപ്പിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇടാതിരിക്കുക കേട്ടോ. പിന്നെ ചട്ടിയിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ മണ്ടയിൽ വല്ലോ ടൈലിൻ്റെ കഷ്ണമോ അല്ലെ തടി കഷ്ണമോ ഒക്കെ വെച്ചിട്ട് കവർ ചെയ്ത് തരും കേട്ടോ. നമുക്കിതിൻ്റെ ഇപ്പോൾ അടപ്പുണ്ട്. പക്ഷേ ചട്ടി ചെയ്യുന്നവർ അത് കവർ ചെയ്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഇതിട്ട് ഇളക്കമൊന്നും ചെയ്യില്ല. നന്നായിട്ട് കമ്പിട്ട് ഇളക്കമൊക്കെ ചെയ്താൽ പോയാൽ ഇന്നത്തെ സൂക്ഷ്മാണുവിൻ്റെ പ്രവർത്തനം നേരെ ചുവേ നടക്കത്തില്ല. അപ്പോൾ അത് ഇതുപോലെ തന്നെ എങ്കിൽ കീപ്പ് ചെയ്താൽ മതി. ഇട്ട് ഇളക്കമൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 ബക്കറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു വീട്ടിലെ കിച്ചൺ വേസ്റ്റൊക്കെ നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ബക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ചട്ടിയിലായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഈ സ്ലറിയൊക്കെ വന്ന് കിടന്നാൽ ഇച്ചിരി പാടായിരിക്കും. അപ്പം ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് തന്നെ കാണിച്ചു തന്നത്. ഞാനിപ്പോൾ എനിക്കിവിടെ ഇഷ്ടംപോലെ മൺചട്ടികളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അതിനകത്തും ഇതെടുക്കാൻ പോയി. കാരണം ബക്കറ്റ് എനിക്ക് ഇത് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ചട്ടിക്കകത്തും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാതെ വേസ്റ്റൊക്കെ വെച്ച് BSF ലാർവ പ്രൊഡക്ഷൻ അത് വേറെ ചെയ്യുന്നുണ്ട്. അത് ഓപ്പൺ ആയിട്ടാണ് വെച്ചേക്കുന്നത്. പറമ്പിലൊരു സൈഡിൽ നമുക്ക് ഏരിയ ഉള്ളതുകൊണ്ട് പറമ്പിലൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് നമ്മുടെ വർക്ക് ഏരിയയിൽ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പുറത്തും കൊണ്ട് വെക്കേണ്ട കാര്യമില്ല, സ്മെല്ലുണ്ടാകത്തില്ല. അതുപോലെ സ്ലറി ഒന്നും പുറത്തോട്ട് പോകത്തില്ല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആയെന്ന് കരുതുവാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.